കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നീങ്ങുമ്പോൾ ഭരണകക്ഷിയായ LDFനെ നേരിടുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയായി കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി കസേര തർക്കം മാറുന്നു. UDF അധികാരത്തിൽ വരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്നതിനെ ചൊല്ലി പ്രമുഖ നേതാക്കളുടെ അനുയായികൾ തമ്മിലുള്ള ചേർത്തിരിവ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം മൂന്ന് പ്രമുഖ നേതാക്കളെ കേന്ദ്രീകരിച്ച് ശക്തമാവുകയാണ്. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല എന്നിവരാണ് ഈ അധികാര വടംവലിയുടെ പ്രധാന കേന്ദ്രങ്ങൾ. നേതാക്കൾ നേരിട്ട് പരസ്യമായ പ്രസ്താവനകൾ ഒഴിവാക്കുന്നുണ്ടെങ്കിലും അണിയറയിൽ ഇവരുടെ വിശ്വസ്തരും അനുയായികളും തങ്ങളുടെ നേതാവിനായി കരുനീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. KC വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിലുള്ള തന്റെ സ്വാധീനവും ഹൈക്കമാൻഡുമായുള്ള അടുത്ത ബന്ധവും കേരളത്തിൽ പ്രയോജനപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. AICCയുടെ സംഘടനാ ചുമതലയുള്ള നേതാവ് എന്ന നിലയിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതേസമയം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സർക്കാരിനെതിരെ നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങളും നിയമസഭയിലെ മികച്ച പ്രകടനവും VD സതീശന് സാധാരണ അണികൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്തിട്ടുണ്ട്. സതീശൻ തന്നെ നേതൃസ്ഥാനത്ത് തുടരണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗത്തിന്റെ ശക്തമായ വാദം. ഇവർക്കിടയിൽ പാർട്ടിയിലെ അനുഭവ സമ്പത്തും സംഘടനാ ശേഷിയും കൊണ്ട് മാറ്റി നിർത്താൻ കഴിയാത്ത നേതാവാണ് രമേശ് ചെന്നിത്തല. മുതിർന്ന നേതാവ് എന്ന നിലയിൽ പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം വോട്ടർമാരുടെയും പ്രവർത്തകരുടെയും പിന്തുണ തനിക്കുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി ചെന്നിത്തലയെ പരിഗണിക്കാതിരിക്കുന്നത് ദോഷം ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ വാദിക്കുന്നു. ചുരുക്കത്തിൽ ഈ മൂന്ന് നേതാക്കളുടെയും അനുയായികൾ തമ്മിലുള്ള ചേരിതിരിവ് സോഷ്യൽ മീഡിയയിലും താഴെത്തട്ടിലും ഒരുപോലെ പ്രകടമാണ്. ഇത് UDFനുള്ളിൽ ഒരു വശത്ത് ആത്മവിശ്വാസം പകരുമ്പോഴും മറുവശത്ത് ഐക്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട്. പാർട്ടി വേദികളെക്കാൾ ഉപരിയായി ഇപ്പോൾ ഈ പോരാട്ടം നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഓരോ നേതാവിനും വേണ്ടിയുള്ള പ്രത്യേക ആർമികൾ സജീവമാണ്. തങ്ങളുടെ നേതാവാണ് ഏറ്റവും യോഗ്യൻ എന്ന് സ്ഥാപിക്കാൻ എതിർചേരിയിലുള്ള നേതാക്കളെ തരം താഴ്ത്തി കാണിക്കാനും ഇവർ മടിക്കുന്നില്ല. ഈ സൈബർ പോര് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിലുള്ള മങ്ങലേൽപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. വെറും സൈബർ പോരാട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ തർക്കം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ MLA-മാരായി വരാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നും നടക്കുന്നുണ്ട്. സഭാകക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ തങ്ങളുടെ നേതാവിന് പരമാവധി വോട്ടുകൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ഭരണമാറ്റത്തിനുള്ള പോരാട്ടം മാത്രമല്ല, മറിച്ച് പാർട്ടിക്കുള്ളിലെ നേതൃത്വപരമായ അസ്തിത്വം തെളിയിക്കാനുള്ള വേദി കൂടിയാണ്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ മൂന്ന് കരുത്തരായ നേതാക്കളുടെയും അനുയായികൾക്കിടയിലുള്ള ഈ മത്സരം പാർട്ടികളുടെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെ ഭാഗമായി കാണാമെങ്കിലും അത് ഐക്യത്തെ ബാധിക്കുമോ എന്ന ആശങ്ക തള്ളിക്കളയാനാവില്ല. അണികൾക്കിടയിലെ സൈബർ പോരാട്ടങ്ങളും അണിയറയിലെ ചരടുവലികളും അതിർവരമ്പുകൾ ലംഘിക്കുന്നത് വോട്ടർമാർക്കിടയിൽ മോശമായ പ്രതിച്ഛായ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ അതൃപ്തി ഈ സാഹചര്യത്തിൽ ഗൗരവകരമാണ്. അതിനാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പൂർണ്ണമായി കടക്കുന്നതിന് മുൻപ് ഹൈക്കമാൻഡ് ഇടപെട്ട് ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കിയാൽ മാത്രമേ UDFന് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ കഴിയൂ. ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നതിനേക്കാൾ എങ്ങനെ അധികാരത്തിൽ തിരിച്ചെത്താം എന്നതിലേക്ക് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ അനിവാര്യമാണ്.